ഇതൊരു ഗിഫ്റ്റാണ്, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകാൻ സാധിക്കുന്നതാണ്. ഈ 2 സ്റ്റെതസ്കോപ്പ് എനിക്ക് സൈലം പ്രൊവൈഡ് ചെയ്തതാണ് ഗോൾഡ് മെഡൽ. ഓക്കെ, വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് ഡൗട്ടാണ്. 2026 നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ, അതുപോലെ തന്നെ പല പല പാരൻസിന്റെയും ഡൗട്ടാണ്. 2026 നീറ്റിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ റിപ്പീറ്റ് ചെയ്യണം, സൈലം എങ്ങനെയാണെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാം, ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 150ന്റെ അടുത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും വീഡിയോസിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് വീഡിയോ ആണ് ഇത്. ഓക്കെ, വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ തരുന്ന സപ്പോർട്ട് ലൈക്കാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് MBBS വ്ളോഗ്, നീറ്റ് മോട്ടിവേഷണൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുന്നേ ഞാൻ എനിക്ക് എന്തൊക്കെയാണ് എനിക്ക് സൈലം പ്രൊവൈഡ് ചെയ്ത് കാണിച്ചു തരാം. 2023 ഞാൻ നീറ്റ് ക്രാക്ക് ചെയ്തപ്പോൾ സൈലം തന്ന ഓരോ ഗിഫ്റ്റുകളാണ്. ഇതൊരു ഗിഫ്റ്റാണ്, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ എനിക്ക് 2 സ്റ്റെതസ്കോപ്പ് സൈലം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും എനിക്ക് എന്ത് ചെയ്തതാണ്, ഈ 2 സ്റ്റെതസ്കോപ്പ് എനിക്ക് സൈലം പ്രൊവൈഡ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇത് മാത്രമല്ല അതുപോലെ തന്നെ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു മെഡലും സൈലം പ്രൊവൈഡ് ചെയ്തതാണ്, ഗോൾഡ് മെഡൽ. ഓക്കെ, അപ്പോൾ ഇത്രയും ഗിഫ്റ്റുകൾ സൈലം എന്ത് ചെയ്തിട്ടുണ്ട്, അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു 1 ഇയർ ജേണി എങ്ങനെയായിരുന്നു സൈലത്തിൽ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഹൈബ്രിഡ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഓൺലൈനാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, ഓൺലൈനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, സൈലത്തിൻ്റെ മെറ്റീരിയലിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക, എൻ്റെ ജേണിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ 2022 സൈലത്തിൽ ജോയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ സൈലത്തിൽ ജോയിൻ ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. റിപ്പീറ്റ് ചെയ്ത ടൈമിൽ എനിക്ക് ഒരുപാട് ടോപ്പിക്സ് എനിക്ക് കിട്ടാത്ത ടോപ്പിക്സ് ഉണ്ടായിരുന്നു. അതായത് ബേസ് തൊട്ടേ പഠിപ്പിച്ചിട്ടില്ല ശരിക്കും, എനിക്ക് കിട്ടാത്ത കുറച്ച് ടോപ്പിക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ റിപ്പീറ്റ് ലൈഫിൽ ഞാൻ വേവ്സ് എന്നുള്ള അതിൻ്റെ ബീറ്റ് ഫ്രീക്വൻസി എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ബീറ്റ് ഫ്രീക്വൻസി ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ സൈലത്തിൽ അനന്തു സാർ എടുക്കുന്ന ഒരു വീഡിയോ ആണ് എനിക്ക് കിട്ടിയത്. അന്ന് എനിക്ക് മനസ്സിലായി സൈലത്തിൽ ബേസ് തൊട്ടാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത ടൈമിൽ എന്ത് ചെയ്തു, സൈലത്തിൽ ജോയിൻ ചെയ്തു. അപ്പോൾ സൈലത്തിൽ ജോയിൻ ചെയ്തിട്ട് ഞാൻ അവരുടെ ക്ലാസ്സസ് എല്ലാം കണ്ടു. അവരുടെ ക്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഓരോ ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അണ്ടറിൽ വരുന്ന ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിച്ച് ഇങ്ങനെ പോകും. അപ്പോൾ എന്തായാലും ഗുണം ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ ടോപ്പിക്കിലത്തെ ക്വസ്റ്റ്യൻസ് ആ ക്ലാസ്സിൽ തന്നെ കവറായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ഒരു ടൈമിലേക്ക് മാറ്റി വെച്ചില്ല. അതായത് ചില ഫാക്കൽറ്റീസ് എടുക്കുന്ന ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടോപ്പിക് എടുക്കും, ഒരു കംപ്ലീറ്റ്ലി ചാപ്റ്റർ എടുത്തിട്ട് പിന്നെയാണ് ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കും. പക്ഷേ സൈലത്തിൽ അങ്ങനെയല്ല, ഓരോ ടോപ്പിക് എടുത്തിട്ട് ആ ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 3 ക്ലാസ് ആകുമ്പോഴത്തേക്ക് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആകുമ്പോൾ ഏകദേശം ഒരു ചാപ്റ്ററിൽ തന്നെ ഏകദേശം 100+ ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ നിന്ന് തന്നെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മെറ്റീരിയൽസ് ഒക്കെ അഡീഷണലാണ്, ഒരുപാട് മെറ്റീരിയൽസ് ആയിട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ മെറ്റീരിയലാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ ചെയ്യാം. അപ്പം ഞാൻ ചെയ്തിരുന്ന സൈലത്തിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യും. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും, റാൻഡം ആയിട്ട് ബുക്ക് എടുത്തിട്ട് ഞാൻ അതിൽ ആ ബുക്കിനെ ഫോളോ ചെയ്തിട്ടുള്ളൂ. അതിൽ ഓരോ ക്വസ്റ്റ്യനും ഓരോ ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻ ചെയ്ത് പിന്നെ അറ്റ് ലാസ്റ്റ് എല്ലാ ടോപ്പിക്കത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് ലാസ്റ്റ് ഫൈനലി വീക്ക്ലി എക്സാമിന് മുന്നേ ടൈം ഉണ്ടെങ്കിൽ സൈലത്തിൻ്റെ ഷഫിൾഡ് മെറ്റീരിയൽ ഉണ്ട്, എല്ലാ ക്വസ്റ്റ്യനും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാ ടോപ്പിക്കത്തെ ക്വസ്റ്റ്യൻ ഷഫിൾ ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ അതിലത്തെ ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഈ വീക്ക്ലി എക്സാമിന് പോകുന്നതിന് മുന്നേ ഒരു 2 മണിക്കൂർ മുന്നേ ഞാൻ എന്താ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, സൈലം മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി മൈൻഡ് മാപ്പാണ്. ഇന്ത്യയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല മൈൻഡ് മാപ്പാണ് സൈലം പ്രൊവൈഡ് ചെയ്യുന്നത്. ആ മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാപ്റ്റർ ഒരു പേജ് ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതൊരു വലിയൊരു പേജായിരുന്നു. അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ബുക്കായിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ മെറ്റീരിയൽ റിവ്യൂ വീഡിയോ നമുക്ക് അടുത്തായിട്ട് ചെയ്യാം. സൈലത്തിൻ്റെ മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി മൈൻഡ് മാപ്പാണ്. അതായത് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് കവർ ചെയ്യും. എനിക്ക് 2 മിനിറ്റ് കൊണ്ട് എനിക്ക് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇനോർഗാനിക് കെമിസ്ട്രി ഒക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ ഇനോർഗാനിക് കെമിസ്ട്രി എന്ന അത്രയും വലിയ ചാപ്റ്ററാണ്. ഞങ്ങൾക്കൊക്കെ പി ബ്ലോക്ക് റെഡ്യൂസ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് പി ബ്ലോക്ക് ചാപ്റ്റർ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും വലിയ ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു പി ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൈൻഡ് മാപ്പ് നോക്കുമ്പോഴത്തേക്ക് പി ബ്ലോക്കത്തെ എല്ലാ ക്വസ്റ്റ്യനും എല്ലാ ടോപ്പിക്കും കവർ ആയിട്ടുണ്ടായിരുന്നു. 2023 നീറ്റ് ഞാൻ ക്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഒരു പ്രിപ്പറേഷൻ. പിന്നെ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തു, ഒരു 1 ഇയർ ഇതുപോലെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ ലാസ്റ്റ് 3 മന്ത് ഒക്കെ എക്സാംസ് ആയിരുന്നു. എക്സാംസിനും മൈൻഡ് മാപ്പ് അതുപോലെ തന്നെ ചെയ്ത ക്വസ്റ്റ്യൻസ് സൈലത്തിൻ്റെ മെറ്റീരിയലുള്ള ചെയ്ത ക്വസ്റ്റ്യൻസിനെ ചെയ്ത് പോയിട്ടാണ് നീറ്റ് ക്രാക്ക് ചെയ്തത്. ഓക്കെ, പിന്നെ GIB ലാസ്റ്റിലേക്ക് GIB വന്നു. പിന്നെ നമുക്ക് നല്ല മാർക്ക് കിട്ടുമ്പോൾ അത് നമ്മൾ ഓരോ എക്സാം കഴിയുമ്പോഴത്തേക്ക് നമ്മളെ മെൻറ്റർ വിളിക്കും, മെസ്സേജ് ചെയ്യും. അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വരുന്ന വീഡിയോസിൽ പറയാം.
അപ്പോൾ ഇതായത് എൻ്റെ 1 ഇയർ ജേണി സൈലത്തിൻ്റെ കൂടെ ഉള്ളത്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ പ്രിപ്പയർ ചെയ്ത ടൈമിലുണ്ട് ലാസ്റ്റിലേക്കൊക്കെ ഈ മോഡൽ എക്സാം തുടങ്ങിയപ്പോൾ നമുക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു. എൻ്റെ ഒരു പ്രോബ്ലമാണ്, ഞാൻ റിവിഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ സൈലത്തിൻ്റെ യൂട്യൂബിലുള്ള ഫ്രീ ആയിട്ടുള്ള എന്ത് ചെയ്തു, 1 ഷോട്ട് സീരീസ് കണ്ടു. 1 ഷോട്ട് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്രയും ഉപകാരപ്പെട്ട ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് 1 ഷോട്ട് സീരീസ് എന്ന് പറയുന്നത്. നമ്മളെ ഇതുണ്ടല്ലോ കെമിക്കൽ കൈനറ്റിക്സ്, അതുപോലെ തന്നെ ഇലക്ട്രോ കെമിസ്ട്രി, അങ്ങനെ പല 1 ഷോട്ടും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യും, അപ്പം തന്നെ അതിൻ്റെ അണ്ടറിൽ വരുന്ന 10-20 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ഈ ഒരു രീതിയിലാണ് 1 ഷോട്ട് സീരീസ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ GOC ജനറൽ ഓർഗാനിക് കെമിസ്ട്രിൻ്റെ 1 ഷോട്ടും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് 1 ഷോട്ട് കണ്ടിട്ടുണ്ട്, എല്ലാതും കൊണ്ട് പറയാനുള്ള ടൈമില്ല. പിന്നെ അടുത്തത് ഇതാണ് എൻ്റെ ഓൺലൈൻ കോച്ചിങ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് മഞ്ചേരി മെഡിക്കൽ കോളേജിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആയുള്ളൊരു കാര്യമാണ് ഞാൻ അടുത്തത് പറയാൻ പോകുന്നത്, ഹൈബ്രിഡ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട്. അപ്പോൾ ഈ വർഷം ഹൈബ്രിഡ് സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യുന്നവർ അടിപൊളിയാണ്. ഹൈബ്രിഡ് സിസ്റ്റം യാതൊരു റിഗ്രറ്റും വേണ്ട. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ദിവസം ഓൺലൈനിൽ ക്ലാസ് ഉണ്ടാവും, പിറ്റത്തെ ദിവസം നിങ്ങൾക്ക് ഓഫ്ലൈനിൽ സെയിം ക്ലാസ്, സെയിം എക്സാം, സെയിം ടോപ്പിക്സിൻ്റെ എക്സാം. ഈ ഒരു രീതിയിലായിരിക്കും ഹൈബ്രിഡ് സിസ്റ്റം. ചുരുക്കി പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഹൈബ്രിഡ് സിസ്റ്റം. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിറ്റത്തെ ദിവസം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അത് ഓഫ്ലൈൻ ഫാക്കൽറ്റീസ് മുമ്പിലുണ്ടാവും, നിങ്ങൾക്ക് ഫാക്കൽറ്റീസിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് വീക്ക്ലി എക്സാം ഉണ്ടാവും, ഡെയിലി എക്സാംസ് ഉണ്ടാവും. ഡെയിലി എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് നീറ്റിൻ്റെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം എന്ന് വെച്ചാൽ അത്രയും ടഫുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു ഡെയിലി എക്സാംസ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസിലൂടെയും 1 ഇയർ നിങ്ങൾ കടന്നു പോവുകയും ചെയ്യും. നിങ്ങൾക്ക് 2026 നീറ്റ് ക്രാക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ ഒരു പ്രിപ്പറേഷൻ സൈലത്തിൻ്റെ കൂടെ ഉള്ളത്. ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അഡീഷണൽ ഫീച്ചർ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് DPPs ഉണ്ട്, DPPൻ്റെ ബേസിലായിരിക്കും ക്ലാസ്സസ് ഒക്കെ പോകുന്നത്. അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഒരുപാട് ക്വസ്റ്റ്യൻ ആൾറെഡി DPP തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ സൈലത്തിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. DPPസിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൾറെഡി ഉണ്ട്. അത് ചെയ്താൽ തന്നെ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ പുറമെ ഫാക്കൽറ്റീസ് 100+ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കും. ഇതിനെല്ലാം കൂടി ടൈം നിങ്ങൾക്ക് കിട്ടില്ല, പക്ഷേ എല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ റാങ്ക് 1 വരെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾ സൈലത്തിനെ കുറിച്ചിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ഏറ്റവും നല്ല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ സൈലം തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സൈലം ചൂസ് ചെയ്യണം, എന്തൊക്കെയാണ് സൈലം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വാട്സപ്പിൽ മെസ്സേജ് ഉണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ജെന്യുവൻ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടന്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, തീർച്ചയായിട്ടും അതിൻ്റെ ബേസിലെ വീഡിയോ ചെയ്യും. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സൈലത്തിൻ്റെ മെറ്റീരിയൽ റിവീലിംഗ് വീഡിയോ ചെയ്യാം. ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, മെറ്റീരിയലിൻ്റെ കയ്യിലില്ല, ഞാൻ കുറച്ച് അറേഞ്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ഈ വർഷം നീറ്റ് ക്രാക്ക് ചെയ്തവരും ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും. നമുക്ക് മെഡിക്കൽ കോളേജിൽ മീറ്റ് ചെയ്യാം, എൻ്റെ ജൂനിയറെ കയ്യിൽ മീറ്റ് ചെയ്യാം. ഓക്കെ, ഒരുപാട് സൈലമിയൻസ് ജൂനിയറായിട്ട് വരാനുണ്ട്. അപ്പോൾ അവരുടെ ഇൻ്റർവ്യൂ ഞങ്ങളൊക്കെ ഈ ഒരു ചാനലിൽ തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ്.